ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ മിനിമം ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. അതിനുശേഷം നമുക്കിത് മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇത് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുകയാണ്. കൂടുതൽ വെള്ളം ചേർക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1 തവി മാവ് ഞാനിപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കൈവിടാണ്ട് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു പരുവാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്കൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂണോളം തന്നെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് നല്ല പോലെ ഒന്ന് പുളിച്ച് വരാനും വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ വീണ്ടും നേരത്തെ അരച്ചു വെച്ച മാവുണ്ടല്ലോ, അത് ബാക്കിയുള്ളത് ഇപ്പോൾ മിക്സിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്കിപ്പോൾ നമ്മൾ കുറുക്കി വച്ചിരിക്കുന്ന മാവും അതുപോലെ ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവി എടുത്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. വെള്ളം പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കിപ്പോൾ നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെച്ച ഈസ്റ്റും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. ഈ പഞ്ചസാര നിങ്ങൾ കറി കൂട്ടി കഴിക്കാനാണ് വട്ടയപ്പം ഉണ്ടാക്കണമെങ്കിൽ ഈ പഞ്ചസാര ചേർക്കണ്ട. അതല്ല മധുരമുള്ള വട്ടയപ്പം ആണെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മാവെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പൊങ്ങി വരാനും വേണ്ടിയിട്ട് മിനിമം ഒരു 2 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. കുറച്ച് ചൂടുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഞാനിത് 2-2.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിന് കണ്ടോ, നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിനായിട്ട് ഇതുപോലെ വട്ടത്തിലുള്ള സൈഡ്സ് ഉള്ള ഒരു പാത്രം എടുക്കണം. സ്റ്റീലിൻ്റെ പാത്രമൊക്കെ എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിവശത്തും സൈഡിലും നല്ലപോലെ ഒന്ന് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്റ്റീമറിൻ്റെ അകത്തേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിനൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ആദ്യത്തെ 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടണം കേട്ടോ തീയും. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക. എന്നിട്ട് ടോട്ടൽ ഒരു 20 മിനിറ്റോളം ഇതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല പോലെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചൂട് പോയതിന് ശേഷം മാത്രമേ ഇതിനെ നമ്മുടെ പാത്രത്തിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ പോയി ഞാൻ പാത്രത്തിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് പഞ്ചസാര ഇല്ലാതെ ആണെങ്കിൽ നമുക്ക് കറി കൂട്ടി കഴിക്കാം. പഞ്ചസാര ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ കാണാം, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.